കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ചിക്കൻ്റെ ഒരു ഡ്രൈ ആയിട്ടുള്ള, ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ കുറേ നാളായി ഞാനിത് മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഒരു 2 hours ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനാദ്യം തന്നെ ഉണ്ടല്ലോ ഒരു മസാല പൊടിച്ചെടുക്കണം. അത് മാത്രമേ ഇതിൻ്റെ ഒരു പണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ തന്നെയാണ് ഞാൻ ചിക്കനും ഉണ്ടാക്കണേ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകാണ് വേണ്ടത്. കാശ്മീരി റെഡ് ചില്ലി 3 എണ്ണം, നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം കേട്ടോ. ഞാനൊരു 3 കാശ്മീരി റെഡ് ചില്ലി 3 എരിവുള്ളതാണ് എടുത്തേക്കണത്. പിന്നെ ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറുകപ്പട്ടയുടെ ഇത്രയും നീളമുള്ള ഒരു 4-5 പീസ് എടുക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ സാദാ ജീരകം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മുളകിനെ ഒന്ന് ഇട്ടിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച്, പിന്നെ ഗ്രാമ്പു വേണം കേട്ടോ. ഒരു 3 അല്ലെങ്കിൽ 4, അതിൽ കൂടുതൽ വേണ്ട, ഗ്രാമ്പു ഇടണം. കുരുമുളക് ആവശ്യമില്ല അതിനകത്തേക്ക്. അപ്പോൾ അതിനൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട, ഒരു കോഴ്സ് പൗഡറായിട്ട് തരുതരുമായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ തക്കാളി ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഒണിയനാണ് വേണ്ടത്. ഒണിയൻ കുറച്ച് അധികം വേണം. അപ്പോൾ ഞാൻ കുഞ്ഞു ഒണിയനുകളായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനൊരു 8 ഒണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെറുതല്ലാന്നുണ്ടെങ്കിൽ, വലിയ ഒണിയനാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 എടുത്താൽ മതി. ഇത്ര ഉള്ള ഒണിയനാണ്. അപ്പോൾ ഞാനിതൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് സൈസ് നോക്കിയിട്ട് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞെടുത്ത ഒനിയന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഞാൻ. അത് എരിവനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടേ കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഉള്ളി ഒന്ന് വാടി വരണം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി, അല്ലെങ്കിൽ പേസ്റ്റായിട്ട് ചേർത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീർ റെഡ് ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഇതിനകത്തേക്കും ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും അത്രയും തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറണ്ട. അപ്പോഴേക്കും നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും അത്രയും നല്ല അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കനെ ചേർത്ത് കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ ഈ ചിക്കനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം ഒന്ന് ഈ ഒണിയനിൽ ഇട്ടിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. നമ്മൾ ചിക്കൻ എടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വെച്ച് ആ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ച് അതിനൊന്ന് വഴറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചാണ് പൊടിയുടെ ഒരു പകുതി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പകുതി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ വെന്ത് വന്നാൽ മതി. ഇതിനകത്ത് വേറെ വെള്ളം ഒഴിക്കേണ്ട. പൊട്ടറ്റോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂട് കാലത്തുണ്ടല്ലോ ചിക്കൻ കഴിക്കുമ്പോൾ എപ്പോഴും പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ചിക്കൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടറ്റോ വലിക്കും കേട്ടോ. അപ്പോൾ നമുക്കധികം ആ ചിക്കൻ കഴിക്കുമ്പോൾ ഉണ്ടാവണ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുത്തോളൂ, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചു. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു. അതിനകത്തേക്ക് ബാക്കി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ഇതിന് ചിക്കൻ മസാല, ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് പൊടിച്ചേരുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ടാണ് കുറച്ച് ഉരുളക്കിഴങ്ങ് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർക്കണമെങ്കിൽ ചിക്കൻ്റെ ഒപ്പം ഇടണ്ട കേട്ടോ. ചിക്കൻ ഒന്ന് വേവായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ പുതിയ ഉരുളക്കിഴങ്ങായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോയി ശരിക്കും അത്. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ചിക്കൻ മാത്രമാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട്
ഈ ഒരു ഗ്രേവി ഇല്ലാണ്ട് തന്നെ നമുക്കിത് എടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ വെള്ളത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് വെള്ളം ഒന്ന് വറ്റിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വെള്ളം ഒന്നും കൂടി വറ്റി ഒന്നും കൂടി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ. ഇങ്ങനെ ഇറക്കി വയ്ക്കാൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ നല്ല നാടൻ സ്റ്റൈലിൽ വരട്ടിയെടുത്തത്. അപ്പോൾ ഞാൻ ആ ഉരുളക്കിഴങ്ങ് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രേവി പോലെ ആയത്. നിങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർക്കാണ്ടിടുക. ഭയങ്കര ടേസ്റ്റാണ്. മസാലയുടെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അത് 1 കിലോ ചിക്കൻ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ പൊടിച്ചത്. അപ്പോൾ അളവ് കൂടുന്നതനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം. Thank you.